السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ബഹുമാന്യരായ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുക, അവിടത്തോട് സ്നേഹം കാണിക്കുക എന്നത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് മാത്രമല്ല, അവിടുത്തെ സ്നേഹിക്കലും അനുസരിക്കലും നിർബന്ധമായ, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് അടുക്കാൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാതെ ഒരു വഴി പരിശുദ്ധ ഖുർആനിലോ മറ്റെവിടെയും നമ്മൾക്ക് കാണാൻ കഴിയില്ല. എന്നു മാത്രമല്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മനുഷ്യർ ചെയ്യുന്ന ഇബാദത്തുകൾ പൂർണ്ണമാവണമെങ്കിൽ അവിടെയൊക്കെയും സ്വലാത്ത് അനിവാര്യമാണ്. അവിടുത്തെ ചര്യ മുറുകെ പിടിക്കലും അവിടുന്ന് കാണിച്ചു തന്നതുപോലെ പ്രവർത്തിക്കലും നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിസ്കാരം നിർബന്ധമാക്കി. എങ്ങനെ നിസ്കരിക്കാനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ നിസ്കരിച്ചു കാണിച്ചു തന്നത് അതുപോലെ നിസ്കരിക്കണം. ഇനി ആ നിസ്കാരം പരിപൂർണമാവണമെങ്കിൽ ആ നിസ്കാരത്തിൽ നിർണയിക്കപ്പെട്ട ചില സ്ഥലങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഉണ്ടാവണം. സ്വലാത്തില്ലാതെ നിസ്കാരം പരിപൂർണമല്ല. വെള്ളിയാഴ്ചകളിൽ 2 ഖുതുബ നിർവഹിക്കപ്പെടുന്നുണ്ട്. 2 ഖുതുബയും ഖുതുബയായി പരിഗണിക്കപ്പെടണമെങ്കിൽ ആ ഖുതുബയിൽ സ്വലാത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വലാത്ത് ഉണ്ടാവണം. ദുആ സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകൾ മഹാന്മാർ പറഞ്ഞു തന്നു. നമ്മൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്യുമ്പോൾ ആ ദുആ തുടങ്ങേണ്ടത് ഹംദ് കൊണ്ടാവണം, തുടർന്ന് സ്വലാത്ത് ഉണ്ടാവണം. മയ്യത്ത് നിസ്കാരം, ഒരു ജനാസ നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചാൽ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പ്രധാനമായും ആ നിസ്കാരം. എന്നാൽ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ഉണ്ടാവണം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെയും സ്വലാത്തിൻ്റെ സാന്നിധ്യം കാണാം. അവിടുത്തെ സ്നേഹിക്കുക എന്നത് നിർബന്ധമാണ് എന്ന് മാത്രമല്ല, ഈമാൻ പൂർണ്ണമാവാൻ അത് അത്യാവശ്യമാണ്. നമ്മൾ സാധാരണ എല്ലാ പ്രസംഗങ്ങളിലും ഉദ്ധരിക്കാറുണ്ട്, തന്നെക്കാളും തൻ്റെ മറ്റുള്ള എല്ലാത്തിനേക്കാളും അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതുവരെ വിശ്വാസിയുടെ ഈമാൻ പരിപൂർണമല്ല എന്ന് നമ്മൾ ഹദീസ് വായിച്ചു പറയാറുണ്ട്. ഒന്നുകൂടെ നോക്കിയാൽ അവിടത്തോടുള്ള സ്നേഹം പൂർണ്ണമാവാതെ ഈമാന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, അതിൽ തർക്കമൊന്നുമില്ല. വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിച്ചവർക്ക് പറയുന്ന പേരാണ് മുഅ്മിൻ എന്നത്. എന്നാൽ ആ ഈമാനിന് ഒരു രസമുണ്ട്, ഒരു മാധുര്യമുണ്ട്. ആ മാധുര്യം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഹുബ്ബുണ്ടാവണം. ഹുബ്ബുണ്ടെങ്കിലേ ഈമാന്റെ മധുരം ആസ്വദിക്കാൻ കഴിയും. അവിടെ നിന്ന് പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിച്ചാൽ ഈമാന്റെ മാധുര്യം ആസ്വദിക്കാൻ അയാൾക്ക് സാധിക്കും. അതിലൊന്നാമതായി പറഞ്ഞത് അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ.
അള്ളാഹുവും അവൻ്റെ റസൂലും മറ്റുള്ള എല്ലാത്തിനേക്കാളും ഒരാൾക്ക് ഇഷ്ടമുള്ളതായി മാറണം. അപ്പോഴേ ഈമാൻ്റെ മധുരം ആസ്വദിക്കാൻ നമ്മൾക്ക് കഴിയും. അത് ആസ്വദിക്കുമ്പോഴേ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. എങ്ങനെയാണ് ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? റബീഉൽ അവ്വൽ ആയത് മുതൽ നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റബീഉൽ അവ്വലിൽ മാത്രമല്ല, കാലാകാലങ്ങളിൽ പറയേണ്ട വിഷയമാണത്. സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരുപാട് രൂപങ്ങളുണ്ട്. എല്ലാ രൂപങ്ങളും അവലംബിക്കേണ്ടവരാണ് നമ്മൾ. അതിൽ പ്രധാനമായും അവിടുത്തെ സുന്നത്തുകൾ പിന്തുടരുക, ആ ചര്യകൾ ജീവിതത്തിൽ തൻ്റെ ശീലമാക്കി കൊണ്ട് നടക്കുക. ഓരോന്ന് ചെയ്യുമ്പോഴും ഇതെൻ്റെ ഹബീബിൻ്റെ സുന്നത്താണ് എന്ന് മനസ്സിൽ കരുതുക. അതാണ് ആ മഹബ്ബത്ത് നിലനിർത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വഴി. അതാണ്. എന്നാൽ അത് മാത്രമാണോ? ഉന്നതമായ അവിടുത്തെ ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളുക. ആരാധനാ കർമ്മങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ഉന്നതമായ മൂല്യങ്ങളും പാഠങ്ങളുമുണ്ട്. ഈ ഇരിക്കുന്നവർ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. കൂലിത്തൊഴിലെടുക്കുന്നവർ മുതൽ വലിയ ബിസിനസ് നടത്തുന്നവർ വരെ ഈ കൂട്ടത്തിലുണ്ടാവാം. അതേപോലെ അധ്യാപനം നടത്തുന്നവർ മുതൽ മറ്റേതൊക്കെയോ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇവിടെ ഉണ്ടാവാം. ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും എനിക്ക് അനുധാവനം ചെയ്യാൻ പറ്റുന്ന ഉന്നതമായ ഒരു മോഡൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വരച്ചു കാണിച്ചിട്ടുണ്ട്. ആ മാതൃക പിൻപറ്റുന്നവരായി മാറുക. അള്ളാഹുവിൻ്റെ റസൂൽ എന്ന കച്ചവടക്കാരൻ പരിചയപ്പെടുത്തിയതുപോലെ കച്ചവടം ചെയ്യാൻ പഠിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ എന്ന അധ്യാപകൻ അധ്യാപനം നടത്തിയതുപോലെ ഒരു ടീച്ചറാവാൻ ശ്രമിക്കുക. അവിടുന്ന് വേല ചെയ്തതുപോലെ വേല ചെയ്യുന്ന ഒരു വേലക്കാരനാവാൻ ശ്രമിക്കുക. ഇങ്ങനെ ഓരോ മേഖലയിലും അവിടുത്തെ ഉന്നതമായ പാഠങ്ങൾ ഉൾക്കൊള്ളുക. അതും മഹബ്ബത്തിൻ്റെ മറ്റൊരു മാതൃകയാണ്. എന്നാൽ അവിടെ തീർന്നോ? അവിടുത്തെ ഗുണഗണങ്ങൾ പാടുകയും പറയുകയും ചെയ്യുക. അതും മദ്ഹിൻ്റെ മഹബ്ബത്തിൻ്റെ മറ്റൊരു മാതൃകയാണ്. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ ഇതിനെല്ലാം നമ്മൾക്ക് മാതൃകകൾ കാണാം. മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാത്തിനും റോൾ മോഡലാണ്. ഞാൻ ഈ പറഞ്ഞ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ, സുന്നത്ത് പിന്തുടരുന്നതിൽ, ഉന്നതമായ മൂല്യങ്ങൾ പിന്തുടരുന്നതിൽ, മദ്ഹുകൾ പറയുന്നതിൽ, സ്വന്തം ജീവനേക്കാൾ സർവം സമർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കുന്നതിൽ, എല്ലാത്തിനും മാതൃകയാണ് മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവർകളുടെ ഹുബ്ബിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ വേറെ ചില മഹാന്മാർ, മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ആനന്ദം കണ്ടെത്തിയത്, മഹാനവർകൾ ഈമാനികമായ മാധുര്യം ആസ്വദിക്കാൻ തെരഞ്ഞെടുത്ത വഴി തൻ്റെ മനോഹരമായ ശബ്ദത്തിൽ പ്രവാചക പ്രകീർത്തനങ്ങൾ പാടിയിട്ട് അവിടുത്തെ മനസ്സിൽ ഇടം പിടിക്കുകയായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത്. നോക്കൂ നിങ്ങൾ, യശോന്തപുരം പള്ളിയിൽ ഒരു മിമ്പറാണുള്ളത്, എന്നാൽ 2 മിമ്പറുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളി മദീനത്തെ പള്ളിയാണ്. ഏത് കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ അവിടുന്ന് ഖുതുബ ഓതുന്ന മിമ്പറക്ക് പകരം ഒരു പീഠം മദീനത്തെ പള്ളിയിൽ വെച്ചു കൊടുത്തു. ആർക്കാണ് ആ പീഠം വെച്ചു കൊടുത്തത്? മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ആ സംഭവം പറയുന്ന അധ്യായത്തിന്റെ പേര് തന്നെ ബാബു ശിഅരി ഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ചുകൊണ്ട് പദ്യമാലപിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം എന്നാണ്. അപ്പൊ മദ്ഹ് പറയുന്നത് പുതിയതല്ല, അതിനു വേണ്ടി വേദിയുണ്ടാക്കുന്നത്, മിമ്പറയുണ്ടാക്കുന്നത് പുതിയതല്ല. അതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകിയ പുണ്യകർമ്മങ്ങളാണ്. എല്ലാത്തിനെയും അടച്ചാക്ഷേപിക്കുന്ന ശൈലി ഈമാനികമായ തളർച്ചയല്ലാതെ ഒരു പുരോഗതിയും ആർക്കും ഉണ്ടാക്കില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ മദീനത്തെ പള്ളിയിൽ 2 മിമ്പറ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ ലി ഹസ്സാൻ ഇബ്നു സാബിത്തിൻ മിമ്പറൻ ഫിൽ മസ്ജിദ്. മദീനത്തെ പള്ളിയിൽ ഒരു പീഠം അല്ലാഹുവിൻ്റെ റസൂൽ ഒരു മിമ്പറിൽ വെച്ചു കൊടുത്തിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്തിന്. യഖൂമു അലൈഹി, അതിൻ്റെ മുകളിൽ മഹാന
മഹാനവർകൾ കയറി നിൽക്കും. യുഫാഖിറു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് പാട്ടുപാടും. ആ പാട്ട് റസൂലുള്ള കേൾക്കും, അവിടെ ആസ്വദിക്കും. മനോഹരമായിരുന്നു ഹസ്സാന്റെ വരികൾ. അത് മുഴുവനൊക്കെ നമുക്ക് പറയാൻ നമുക്ക് സമയമില്ല. ഒരൊറ്റ വരി പറഞ്ഞാൽ മഹാനവർകൾ പാടിയത് വരികളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. وأجمل منك وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء. മഹാനവർകൾ പാടിയ വരികളാണത്. നബിയെ വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി, എൻ്റെ കണ്ണിൽ അങ്ങേക്കാൾ ഹുസ്നുള്ള നന്മയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല നബിയെ. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ, തങ്ങളെക്കാൾ അഴകുള്ള ഒരാളെയും ഒരുമ്മയും പ്രസവിച്ചിട്ടില്ല നബിയെ. അവിടുത്തെ മുന്നിലിരുത്തിക്കൊണ്ട് പാടിയ പാട്ടാണത്. ഇങ്ങനെ നിരവധി പാട്ടുകൾ മഹാനവർകൾ പാടിയപ്പോഴാണ് ഹസ്സാന് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്നോണം അവിടുന്ന് ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, പടച്ചവനെ റൂഹുൽ ഖുദുസിനെ കൊണ്ട് എൻ്റെ ഹസ്സാന് നീ ശക്തി പകരണേ അല്ലാ. ആരാണ് റൂഹുൽ ഖുദുസ്? മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. മഹാനായ മുഖറബുൽ അംലാക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യം പരിശുദ്ധ ഖുർആൻ പ്രവാചകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മലക്കാണ്. ആ മലക്കിനെ കൊണ്ട് എൻ്റെ ഹസ്സാന് ശക്തി പകരണേ എന്ന് ദുആ ചെയ്തത് മദ്ഹ് പാടിയതിനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ ഓരോരുത്തർ, സഹാബത്തിൽ ചില ആളുകൾ കുഞ്ഞു മക്കളെ പോലെ അവിടുത്തെ സ്നേഹിച്ചു. എങ്ങനെയെന്ന് പറഞ്ഞാൽ കുഞ്ഞുമക്കൾ ഉമ്മയെ കാണാതിരിക്കുമ്പോൾ അസ്വസ്ഥരാവും. എന്നാൽ നമ്മൾക്ക് അങ്ങനെ അസ്വസ്ഥത വരാറില്ല. ആ കുഞ്ഞു മക്കളെപ്പോലെ അസ്വസ്ഥത കാണിച്ചു ചില ആളുകൾ. ഉദാഹരണമായി മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് യുദ്ധ തടവുകാരനായിട്ട് വന്ന ആളാണ് മഹാനായ സൗബാൻ. ആ സൗബാനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വതന്ത്രനാക്കി. അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മാനവികതകളിൽ ഒന്നാണത്. സൗബാനോട് സ്വതന്ത്രനാക്കിയിട്ട് പറഞ്ഞു, സൗബാനെ ഇൻ ശിഅത അൻ തൽഹഖ ബിമൻ അൻത മിൻഹും, നിന്നെ ഞാൻ സ്വതന്ത്രനാക്കി. നിനക്ക് വേണമെങ്കിൽ നിന്റെ കൂട്ടുകാരുടെ, നിന്റെ ആളുകളുടെ കൂടെ സ്വതന്ത്രമായിട്ട് പോകാം, നിന്നെ ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഇനി നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ എന്നെ ഒരാളായിട്ട് തുടരാം. മഹാനായ സൗബാൻ അവിടുത്തെ കൂടെ തുടർന്നു, മരണം വരെ പിന്തുടർന്നു. ആ മഹാനായ സൗബാൻ കാന ശദീദൽ ഹുബ്ബ്, ഭയങ്കര സ്നേഹമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിനോട്. ഖലീലസ് സബ്രി അൻഹു, റസൂലുള്ളാഹിനെ അധിക നേരം കാണാതിരിക്കാൻ കഴിയൂല. കുറച്ചധികം സമയം കാണാതായാൽ മഹാനവർകൾക്ക് അസ്വസ്ഥത വരുമായിരുന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പനേരം സൗബാന്റെ അടുത്ത് നിന്ന് വിട്ടുനിന്നു. രാവിലെ മുതൽ രാത്രി വരെ വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. അന്ന് രാത്രി അള്ളാഹുവിൻ്റെ റസൂൽ വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് സൗബാൻ വന്നു. വഖദ് തഗയ്യറ ലൗനുഹു, നിറമൊക്കെ മാറിപ്പോയിരുന്നു. വനഹല ജിസ്മുഹു, ശരീരം തളർന്നു പോയിരുന്നു. യുഅറഫു ഫീ വജ്ഹിഹിൽ ഹുസ്ൻ, അവിടുത്തെ മുഖത്ത് തന്നെ ഒരു ദുഃഖമുണ്ടായിരുന്നു. വല്ലാത്ത വിഷമത്തോടുകൂടെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ സൗബാൻ മാ ഗയ്യറ ലൗനക്, മോനെ സൗബാനെ, മോന്റെ നിറമൊക്കെ മാറിപ്പോയല്ലോ, ശരീരം തളർന്നു പോയല്ലോ, എന്തു പറ്റി നിനക്ക് എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, മാ ബി ളുറുൻ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നബിയെ, വലാ വജഉൻ, എനിക്കൊരു രോഗവുമില്ല, എനിക്കൊരു വിഷമവുമില്ല. പിന്നെ എൻ്റെ വിഷമം വൈറ അന്നി ഇദാ ലം അറക, നബിയെ തങ്ങളെ കാണാതായാൽ, തങ്ങളെ കാണാതെ വരുമ്പോ ഇസ്തഖ്തുയിലേക്ക്, എനിക്ക് തങ്ങളെ കാണണമെന്ന് കൊതിയാവും. ഒരിത്തിരി നേരം തങ്ങൾ എന്നിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേക്ക് എനിക്ക് തങ്ങളെ കാണാൻ കൊതിയാവും. അങ്ങനെ കാണാൻ കൊതിയാവുമ്പോ എനിക്ക് വിഷമങ്ങൾ വരും. വസ്തഹ്വസ്തു വഹ്ശതൻ, എനിക്കപ്പോഴേക്ക് അസ്വസ്ഥതകൾ വരാൻ തുടങ്ങും, എനിക്ക് പ്രയാസമാകും. ഹത്താ അൽഖാക്ക്, തങ്ങളെ കാണുന്നത് വരെ ആ അസ്വസ്ഥത എന്നെ പിടികൂടും. എന്നിട്ട് മഹാനവർകൾ കരഞ്ഞു.
മഹാനവർകൾ പറഞ്ഞു, നബിയെ ഞാനിപ്പോൾ ആകെ തളർന്നത്, സുമ്മ ദക്കർത്തുൽ ആഖിറ, ഞാൻ പരലോകത്തെ കുറിച്ച് ചിന്തിച്ചു. ആ പരലോകത്ത് വഖാഫു അല്ല അറാക ഹുനാക്, അവിടെ എൻ്റെ തങ്ങളെ കാണൂലേ എന്ന് എനിക്ക് പേടിയാവുകയാണ് നബിയെ. ഇവിടെ എനിക്ക് തങ്ങൾ എൻ്റെ വിളിപ്പുറത്തുണ്ട്, അവിടെ എനിക്ക് കാണാൻ കഴിയുമോ എന്ന് എനിക്ക് പേടിയാകുന്നു. കാരണം ലി അന്നി അറഫ്തു, എനിക്കറിയാം, അന്നക തുർഫഉ മഅൻ നബിയ്യീൻ, ആ മഹ്ശറിൽ അങ്ങ് മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ ആയിരിക്കുമെന്ന് എനിക്കറിയാം, അങ്ങുന്നതമായ സ്ഥാനത്തായിരിക്കുമെന്ന് എനിക്കറിയാം. ഇനി ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ, ആ മഹാൻ പറയാൻ, എൻ്റെ ആശങ്ക ഞാൻ സ്വർഗത്ത് കടക്കുമെന്നുള്ളതൊന്നുമല്ല, അവിടുന്ന് എൻ്റെ തങ്ങളെ എനിക്ക് കാണാൻ കഴിയാതെ വരുമോ? ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ കുന്തു ഫീ മൻസിലത്തിൻ ഹിയ അദ്നാ മിൻ മൻസിലതിക്, തങ്ങൾ നിലകൊള്ളുന്ന സ്ഥാനത്തിൻ്റെ എത്രയോ താഴെയായിരിക്കും ഞാൻ ഉണ്ടാവുക. അവിടെ നിന്ന് എനിക്ക് എൻ്റെ തങ്ങളെ കാണാൻ കഴിയുമോ? ഇനിയോ വഇല്ലം അദ്ഖുൽ, നബിയെ ഞാനിനി സ്വർഗത്തിൽ കടന്നില്ല എന്ന് വിചാരിക്ക്, ആ സ്വർഗത്തിൽ ഞാൻ ഇല്ലെങ്കിൽ ഫദാലിക ഹീന ലാ അറാക അബദാ, ഒരിക്കലും പിന്നെ ഞാൻ എൻ്റെ തങ്ങളെ കാണൂലല്ലോ. അവരുടെ വിഷയം അതാണ്. സ്വർഗപ്രവേശനത്തെക്കാൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ നാളെ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ എന്താകുമെന്ന് ചിന്തിച്ചിട്ട് ശരീരത്തിൻ്റെ നിറം മാറി ശരീരം കുഴഞ്ഞുപോയ സൗബാനെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. അവരങ്ങനെ മഹബത്ത് വെച്ചവരാണ്. അപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്. ഇന്നത്തെ ഖുതുബയിലെ പരാമർശം അതാണ്. ഈ ആയത്തിറങ്ങിയത് ആ ഒരു സന്ദർഭത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 69-ാമത്തെ വചനം, വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. കരയരുത് സൗബാനെ. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവർ അവരമ്പിയാക്കളുടെ സിദ്ദീഖീങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. അവിടെ നിന്ന് നിനക്കെന്നെ കാണാൻ കഴിയുമെന്ന രീതിയിൽ ഈ ആയത്തോതി കൊടുത്തപ്പോഴാണ് മഹാനവർകൾക്ക് സമാധാനമായത്. അതുകൊണ്ട് നമ്മളും ഹബ്ബുള്ളവരാവുക, വെറുതെ നിഷേധികളായി മാറി നന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാവാതിരിക്കുക. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് ഈ വർഷത്തെ റബീഉൽ അവ്വൽ 12 വരുന്നത്. തിങ്കളാഴ്ച രാവിലെ 4 മണിക്ക് ഇവിടെ വെച്ചുകൊണ്ടുള്ള മൗലിദ് പാരായണമുണ്ട്. സാധ്യമാവുന്ന എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം. അന്ന് അസർ നമസ്കാരാനന്തരം പതാക ഉയർത്തിയിട്ട് ഇവിടെ വെച്ചുകൊണ്ട് മീലാദ് റാലി നടക്കുന്നുണ്ട്. ഇവിടെയുള്ള ഇതര മതസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ മറ്റ് മുസ്ലിം സഹോദരന്മാരും ഒക്കെ എന്നും ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കുന്ന, അവർ കാണാൻ ആഗ്രഹിക്കുന്ന, അവർ താല്പര്യപ്പെടുന്ന ഒരു റാലിയാണ്. ആർക്കും പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ വളരെ ശാസ്ത്രീയമായി നമ്മൾ നടത്തുന്ന ഒരു റാലിയാണത്. ജനബാഹുല്യം കൊണ്ടും അതേപോലെ അച്ചടക്കം കൊണ്ടുമൊക്കെ നമ്മൾക്കതൊരു ചരിത്രമാക്കി മാറ്റണം. ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും അസ്ർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തിച്ചേരണം. നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാരെ മുഴുവനും കൊണ്ടുവരണം. കുഞ്ഞുമക്കളെയൊക്കെ എല്ലാവരെയും അതിൽ പങ്കെടുപ്പിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മളുടെ വിവിധങ്ങളായ പരിപാടികൾ, കുഞ്ഞുമക്കളുടെ പരിപാടികളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. മൗലിദ് നടക്കുന്നുണ്ട്. അതിലേക്കൊക്കെ ഭക്ഷണവും മറ്റുള്ള സാധനങ്ങളൊക്കെ നൽകപ്പെടേണ്ടതുണ്ട്. അതൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് സാധ്യമാവുന്നവരൊക്കെയും അതിലേക്ക് സഹായിക്കുകയും സഹകരിക്കുകയും വേണം. നമ്മുടെ മദ്രസയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെരീഫ് വാഫി എന്നവരുടെ പ്രിയപ്പെട്ട മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. ജുമുഅ നിസ്കാരാനന്തരം അവർക്കൊക്കെ വേണ്ടി നിസ്കരിക്കും. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.